morning to everyone. Welcome to the Women of Honor series. ഇന്ന് ഈ ദിവസം പ്രത്യേകമായിട്ട് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഉപവാസത്തെക്കുറിച്ചാണ്. അതായത് ഇപ്പോൾ നോമ്പിൻ്റെ കാലഘട്ടമാണല്ലോ. ക്രിസ്ത്യാനികൾക്ക് ഡേയ്സ്, അതുപോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ റംസാൻ്റെ ഉപവാസം ഒക്കെയും ഫാസ്റ്റിംഗ് ഡേയ്സാണ്. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ശക്തിയും അവൻ്റെ പ്രസാദവും അവൻ്റെ വരങ്ങളും ഒക്കെ ലഭിക്കാനും അവനോട് ചേർന്ന് വസിപ്പാനുമാണല്ലോ ഉപവാസം. ഉപവസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ആത്മീയമായും ഭൗതികമായും അതേപോലെ തന്നെ ശാരീരികമായും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ എല്ലാവർക്കും അത് സാധിച്ചെന്ന് വരില്ല. ഉപവസിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് സാധിക്കാത്തവരുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, പല കാര്യങ്ങളുണ്ട്. എന്തായാലും ദൈവസന്നിധിയിൽ ഉപവാസം എടുത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം ആ ഉപവാസത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ പറഞ്ഞിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ ഉപവാസം എടുത്ത വ്യക്തികളെക്കുറിച്ചും പറയാമെന്നാണ് ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഉപവാസമെടുത്ത 7 സാഹചര്യങ്ങളും അതുപോലെ വ്യക്തികളെയും കുറിച്ചാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് ഒരു സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള നമ്മൾ ഗോഡ് സെൻറ്റേർഡ് ആയിട്ട് മാറുമ്പോഴാണ് ഈ ഉപവാസം, അതായത് ദൈവത്തോട് ചേർന്ന് നമുക്ക് വസിക്കുവാൻ സാധിക്കുന്നത്. ശക്തിയേറിയ ഒരു ആയുധമായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നതും പഴയ ജനറേഷനായിട്ടുള്ള നമ്മുടെ ആൾക്കാരൊക്കെ കരുതിയിരുന്നതും. അതിനെ വളരെ വിശിഷ്ടമായിട്ട് കരുതുകയും അത് അമൂല്യമായിട്ട് കൈമാറി തന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഉപവാസവും നോമ്പ് തുറ, അതുപോലെ തന്നെ ഡേയ്സൊക്കെ. നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 34 അധ്യായം 28 വാക്യത്തിൽ മോസസ് 40 ദിവസം ഉപവസിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉപവാസം രാവും പകലും 40 ദിവസം ഫുള്ള് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് ഒരു ഡിവൈൻ റെവലേഷൻ, അതായത് സ്വർഗം തുറക്കുവാനായിട്ട് ഇടയായെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് മോസസ് 10 കൽപ്പനകൾ, ദൈവത്തിൻ്റെ 10 കൽപ്പനകളായ കൽപ്പനകൾ പ്രാപിക്കുവാനൊക്കെയും സാധിച്ചത്. അപ്പോൾ ആ സാഹചര്യം നമുക്കറിയാം. മോസസ് വന്നിട്ട് 40 ദിവസം കഴിഞ്ഞ് കൽപ്പനകളുമായി പാളയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനം, ഇസ്രായേൽ മക്കൾ അഹരോൻ്റെ നേതൃത്വത്തിൽ ഒരു സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി ഉണ്ടാക്കി അതിനെ ആരാധിച്ച് അതിനെ വണങ്ങി അവർ ആഘോഷിച്ചുകൊണ്ട് അവർ വളരെയധികം വികൃതമായ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടും അതാണ് ഞങ്ങളുടെ ദൈവമെന്ന് പറഞ്ഞ് കൂത്താടുന്നതും മോസസ് കാണുവാനിടയായി. അത് കണ്ട് മോസസിന് വളരെ കോപമുണ്ടായിട്ട് ആ കൽപ്പലകകൾ രണ്ടും തറയിൽ എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു നമുക്കറിയാം. അതിനുശേഷം പിന്നീട് വീണ്ടും 40 ദിവസം മോസസ് ഫാസ്റ്റിംഗ് എടുക്കുകയും വീണ്ടും മലയിൽ കടന്നുപോയി, സിനായി മലയുടെ മുകളിൽ കടന്നുപോയി ദൈവവുമായിട്ട് സംസാരിച്ച് വീണ്ടും 10 കൽപ്പനകൾ പ്രാപിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ അതായത് യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2 അധ്യായം 12 വാക്യത്തിൽ അവിടെ ഒരു ഉപവാസവും വിലാപവും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരോട് പറയുന്നത്, നിങ്ങൾ ഉപവസിക്കാൻ പറയുന്നു. അതുകൊണ്ടുണ്ടായ അതെന്തിനു വേണ്ടിയായിരുന്നു? ഉടഞ്ഞു പോയതായ ഉടമ്പടിയെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയാണ് അവർ അവിടെ ഉപവസിക്കുന്നത്. മൂന്നാമതായിട്ട് നോക്കുമ്പോൾ ഒരു കമ്മ്യൂണൽ ഫാസ്റ്റിംഗ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. യോഹന്നായുടെ പുസ്തകം 3 അധ്യായം 5 മുതൽ 10 വരെയുള്ള ഭാഗത്ത് നിനവേക്കാർ അവിടെ കുഞ്ഞു കുട്ടികൾ മുതൽ രാജാവ് മുതൽ രാജകൽപ്പന പ്രകാരം മൃഗങ്ങൾ വരെയും 3 ദിവസം ഉപവസിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അത് വലിയൊരു നിനവേക്കാരുടെ
മാനസാന്തരത്തിന് കാരണമായി. അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് അവരുടെ സ്വഭാവം മാറിയെന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മാറി. അവരുടെ ഉപവാസം കൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുവാൻ സാധിച്ചു. അങ്ങനെ ചരിത്രം തന്നെ മാറ്റി എഴുതുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. നാലാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഒരു വളരെ റിസ്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഒരു വളരെ ധൈര്യത്തോടു കൂടിയും അതുപോലെ തന്നെ ഒരു ഡെലിവറൻസ് ഉണ്ടാകുവാനായിട്ട്, ഒരു വിടുതലിനായിട്ട്, അതായത് മരണത്തെ ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തിന്മേൽ എസ്തേറും തൻ്റെ കൂടെയുള്ളവരും ഉപസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ നിന്ന് അവർക്ക് വലിയൊരു ഡെലിവറൻസ് ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇന്നും യഹൂദന്മാർ പൂരീം എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ഏകദേശം ഇന്നലെ ആയിരുന്നു പൂരീം ഫെസ്റ്റിവൽ എന്ന് കേൾക്കുവാനായിട്ട് ഇടയായി. അത് സന്തോഷത്തിൻ്റെ ദിവസം, അവർക്ക് വിടുതൽ കിട്ടിയതിൻ്റെ സന്തോഷം അവർ ആഘോഷിക്കുന്ന ഒരു ദിവസമായിട്ട് ലോകമെമ്പാടുമുള്ള യൂതന്മാർ അത് ചെയ്യുന്നു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ദാനിയേലിൻ്റെ കഠിന ഉപവാസം അവനെ വളരെ വിവേചന ശക്തിയുള്ള ദാനിയേലാക്കി മാറ്റിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സിംഹക്കുഴിയിൽ വീണപ്പോഴും പതറിപ്പോകാത്ത ഒരു ദാനിയേലായിരുന്നു. ദാനിയേലിൻ്റെ ജീവിതത്തിൽ ആ പുസ്തകത്തിൻ്റെ അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭക്തിയായിരുന്നു ദാനിയേലിനുണ്ടായിരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. തന്നെയല്ല, വളരെ വിവേചന ശക്തിയുള്ള, രാജാവിൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം പോലും പറഞ്ഞു കൊടുക്കാൻ ശക്തിയുള്ള അങ്ങനത്തെ ഒരു ദാനിയേലായി മാറുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അടുത്ത ആളാണ് ഏലിയാവിൻ്റെ ഉപവാസം. ഏലിയ ക്ഷീണിച്ചെടുത്ത് ഉപവാസം എടുത്ത് ശക്തി പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് മരിച്ചാൽ മതി എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്ന് തളർന്നു പോയ ഏലിയാവിനെ ദൈവം തട്ടി ഉണർത്തി അപ്പം ഭക്ഷിച്ച് ഏലിയാവിനെ വന്നിട്ട് ശക്തിപ്പെടുത്തി ആ ദൈവദൂതന്മാർ കൊടുത്ത ഭക്ഷണത്തിൽ ശക്തി പ്രാപിച്ച് ഒരിക്കലും ക്ഷീണിച്ച് പോകാത്ത ശക്തിയോടെ മുമ്പോട്ട് പോകുന്ന യാത്ര ചെയ്യുന്ന ഏലിയാവ്. അപ്പോൾ ഉപവാസം എടുത്ത് ശക്തി പ്രാപിക്കാനും സാധിക്കുമെന്ന് നമുക്ക് കാണാം. മറ്റൊന്നാണ് ഹന്നായുടെ ഫാസ്റ്റിങ്. ഹന്നായുടെ ഫാസ്റ്റിങ് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. തന്നെ മാറ്റി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് അവൾ കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1 ശമൂവേൽ 1-ാം അധ്യായം 7 മുതൽ 18 വരെയുള്ള ഭാഗത്താണ് അത് നമ്മൾ കാണുന്നത്. അവൾക്ക് അവളുടെ സങ്കടത്തിൽ നിന്നും ആശ്വാസം ലഭിച്ചതായിട്ടും ദൈവം അവൾക്ക് ഉത്തരമരുളിയതായിട്ടും പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടിരുന്നില്ല എന്നും ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് സന്തോഷം പ്രാപിക്കാൻ നമ്മുടെ മുഖം മ്ലാനമാകാതെ എന്നും സന്തോഷത്തോടും ആശ്വാസത്തോടും കൂടി ജീവിക്കുവാനും നമുക്ക് ഉപവാസം കാരണമാകും. നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് അത് കാരണമാകുന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യേശു ഉപവാസം എടുത്തായിട്ട് നമുക്ക് കാണാം. 40 ദിവസം യേശു ഉപവസിച്ചു സാത്താനെ തോൽപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ അന്യരെ കാണിക്കുവാൻ വേണ്ടി ആകരുത് നമ്മുടെ ഉപവാസം. അതായത് നമ്മുടെ ഹൃദയത്തെയാണ് മാറ്റേണ്ടത്, നമ്മുടെ മുഖത്തെ അല്ല എന്ന് നമ്മൾ വായിക്കുന്നു. ഉപവസിക്കുമ്പോൾ നമ്മുടെ പിതാവായ ദൈവം നമ്മെ കാണുന്നു, അവൻ നമുക്ക് പ്രതിഫലം തരുന്നു. നമ്മൾക്ക് ദൈവവുമായിട്ടുള്ള ഒരു ഇന്നർ ഫ്രീഡം, ദൈവവുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ്, ഇൻറ്റിമസി, അതുപോലെ തന്നെ നമ്മൾക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറഞ്ഞ ആത്മീയ അധികാരം, അതായത് സാത്താനെ പുറത്തു പോകാൻ പ്രാർത്ഥനയും ഉപവാസവും അല്ലാതെ വേറെ ഒരു വഴിയുമില്ല എന്നവിടെ എഴുത്ത് പറയുന്നു. അപ്പോൾ നമ്മളുടെ ആഴമേറിയ മുറിവുകൾക്ക്, നമ്മൾക്ക് വന്നു പോയിരിക്കുന്നതായ പാപങ്ങൾക്ക്, അതുപോലെ തന്നെ നമ്മൾ ഉള്ള അഡിക്ഷൻസ്, പലതിനും നമ്മൾ അടിമകളാണ്. വെറും ഡ്രഗ്സോ അല്ലെങ്കിൽ ആൽക്കഹോളോ മാത്രമല്ല, വേറെ പല കാര്യങ്ങളിലും നമ്മൾ അഡിക്റ്റഡാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെയും ഒരു വിടുതലിനായിട്ടുള്ള ആ ഒരു ഫാമിലി ബോണ്ടേജ് നമുക്കുണ്ടാകുവാനായിട്ടും, അതുപോലെ തന്നെ നമ്മൾ കുടുംബമായിട്ട് ഉപവസിക്കുമ്പോൾ വളരെയധികം
നമ്മൾക്ക് ഒരു അനുഗ്രഹമായി മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ബോണ്ടേജായിട്ട് തീരും. ദൈവവുമായിട്ടുള്ള ആ ഒരു ഇൻറ്റിമസി നമ്മളിൽ വർദ്ധിക്കുകയും നമ്മുടെ മുറിവുകൾക്കൊക്കെ വിടുതൽ ലഭിക്കുകയും അതുപോലെ ദൈവം നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്നു. നമ്മളുടെ ദൈവത്തോടു കൂടെ സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു നമ്മളെ സങ്കീർത്തനങ്ങളിൽ വായിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ദൈവത്തെ തേടി എവിടെയും പോകേണ്ട കാര്യമില്ല. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, അവൻ ആത്മാവാകുന്നു. അവനെ വസിക്കുവാനായിട്ടുള്ള അത്രേ വിശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയവും വിശുദ്ധമായിട്ടുള്ള ഒരു സ്പേസും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും. നമ്മൾക്ക് സമാധാനത്തോടു പ്രത്യാശയോടുകൂടിയും നമ്മളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ലെൻഡേഴ്സ് എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം പ്ലീസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ല ദിവസം നേരുന്നു. ബൈ ടു ഓൾ. ബൈ.